ഇതാണ് മീൻ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേട്ടും ചൂണ്ടയിടാൻ പോയാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴികളാണ് കേട്ടോ. ഇത് നമ്മുടെ അവിടെ ഉള്ള റിസോർട്ടാണ്. നമ്മൾ തേട്ടും ചൂണ്ടയ്ക്ക് വേണ്ടതുള്ള എല്ലാ പരിപാടിയും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇര കോർത്താൽ മാത്രം മതി. നമ്മൾ ഇറങ്ങിയ സമയം വശക്കേടായി പോയി. നല്ല കാറ്റുണ്ടായിരുന്നു. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇര കോർക്കലാണ്. ഇര കോർക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഒരു കണ്ടലിന്റെ സൈഡിലോട്ട് വെള്ളം ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇരക്കായിട്ട് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയുടെ കുടലാണ്. അത് കോർക്കേണ്ട രീതികളും എല്ലാം നമ്മളിപ്പോ പറഞ്ഞു തരാം. നമ്മൾ ഇര ചൂണ്ടക്കകത്ത് കൊരുക്കുമ്പോൾ ഇങ്ങനെ ചൂണ്ട ഒരുക്കണ്ടേ. നമ്മൾ ആദ്യം കോഴിക്കുടൽ ഇങ്ങനെ ഇങ്ങനെ പുറത്തിറക്കണം ചൂണ്ടക്കകത്ത്. അതിങ്ങനെ വളച്ച് 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 ചുറ്റണം. ഇങ്ങനെ വളച്ച് വളച്ച് വേണം കൊരുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇര ഇളകി പോകും. നമ്മളിവിടെ വെച്ചാണ് ചൂണ്ട ഇര കോർത്തത് കേട്ടാ. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അന്നേരം തന്നെ നമ്മൾ ചൂണ്ട ഒന്നും നട്ട് തന്നെ വെള്ളത്തിലോട്ട് ഇടുവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ചൂണ്ടയെല്ലാം നട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കാറ്റ് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് ഇതിനകത്ത് ഇരയെടുക്കാനായിട്ട്. അന്നേരം നമ്മൾ തേട്ടും ചൂണ്ട ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വാഹ പിടിക്കാനായിട്ട് പോവാണ്. പിന്നെ ഈ കണ്ടൽക്കാട് കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സൈസ് ഒരു പുഴുണ്ട് കണ്ടോ. അന്നേരം കണ്ടൽക്കാട് കാണുമ്പോഴത്തേക്ക് കൗതുകം കൊണ്ട് ആരും കയറി ചാടിക്കയറി ഇരിക്കാതിരിക്കുക, ഒന്ന് നോക്കുക അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ കയറി ഇരിക്കുക കേട്ടോ. അന്നേരം നമ്മൾ വാഹ പിടിക്കാൻ വേണ്ടി താണ്ടേ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഞുണ്ണ പിടിക്കണം, ജീവനുള്ള ഞുണ്ണയെ പിടിക്കണം. അതിന് വേണ്ടി നമ്മൾ വല വീശി നോക്കാൻ പോയാണ്. അങ്ങനെ 3-4 വട്ടത്തെ വല വീശലിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുകയാണ് 3-4 ഞുണ്ണകളെ. അപ്പൊ നമ്മൾ ഇതുമായിട്ട് നമ്മൾ നേരെ പോവുകയാണ്, വാഹ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഞുണ്ണയെ നമ്മൾ ചൂണ്ടയ്ക്കകത്ത് കോർത്ത് എറിയുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ്. പക്ഷേ സംഭവം നിർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്ക് ഫസ്റ്റ് കാസ്റ്റിങ്ങിനകത്ത് ഒന്നും അടിച്ചില്ല. പക്ഷെ ഇവിടെ മീനുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മീനുണ്ട്, പക്ഷേ നമുക്ക് ഫസ്റ്റ് കാസ്റ്റിംഗ് കിട്ടിയില്ല. അപ്പോൾ എത്രാമത്തെ കാസ്റ്റിംഗിലാണ് നമുക്ക് മീൻ കിട്ടിയതെന്ന് അറിയാനും പിന്നെ മീനിന്റെ സൈസ് വലിപ്പവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുക. അന്നേരം നമ്മൾ രണ്ടാമത്തെ കാസ്റ്റിംഗിലേക്ക് പോവാണ്. അടിയാ കണ്ടോടാ, നീ മീൻ കണ്ട? ഇതാണ് മീൻ. കെട്ടിയ സാധനം വിടരുത്. ഈ വെള്ളം കൂടെ മാറ്റാ. സിജു അനങ്ങരുത്, സിജു അനങ്ങരുത്. കാര്യം ചെയ്യാൻ സിജു അനങ്ങരുത്. നീ പോ. അപ്പോൾ രണ്ടാമത്തെ കാസ്റ്റിംഗ് നമുക്കൊരു സൂപ്പർ ഒരു വാഗയാണ് അടിച്ചിരിക്കുന്നത്. നല്ല കിഡിലോസ്കി ആയിട്ട് ഒരു വാഗയാണ് അടിച്ചേക്കുന്നത്. ഇതൊരു ഏകദേശം 2 കിലോ പുറത്ത് വെയിറ്റ് ഉള്ള ഒരു വാഗയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കറക്റ്റ് ഇതിന്റെ ലെങ്തും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പൊ ഒരു ചൂണ്ട ഇട്ടിട്ടുണ്ട്, അതുവരെയായിട്ട് അടിച്ചിട്ടില്ല. നമ്മുടെ ഈ മീനിന്റെ ആക്റ്റീവ്നെസ് അനുസരിച്ചിരിക്കും ഈ വാഹം ഒന്ന് അടിക്കുന്നത്. പിന്നെ നമ്മൾ ചൂണ്ട കറക്കി എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2-3 വട്ടത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് ഈ കാസ്റ്റിംഗിൽ വാഹ അടിക്കുകയാണ്.
വലക്കകത്ത് കുരുക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഗൈസ് ഉണ്ട്. അപ്പം നമുക്ക് കിട്ടിയ 2 വാഹയായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഈ വാഹയുടെ കറക്റ്റ് ലെങ്തും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിലോട്ട് വെള്ളം ഒന്ന് ഒതുക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വാഹയുടെ ലെന്തും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാൻ വേണ്ടി നമ്മളാണ്ട് ഇവിടെ വെള്ളം സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട്. ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഇവിടെ കോയിവിളയിലുള്ളതാണ്. സാമ്പ്രാണിക്കൂടിനകത്തുള്ള സംഭവമാണ്. കാലിൻ്റെ ഉപ്പുറ്റിയുടെ അത്ര വെള്ളം കാണത്തുള്ളൂ. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല കിളികളുടെ ശബ്ദവും കണ്ടൽക്കാടിന്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മൾ സൈഡിലോട്ട് വരികയാണെങ്കിൽ താണ്ടെ നമ്മളെ വെള്ളം തണ്ട അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൽക്കാടിൻ്റെ എല്ലാം ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഈവനിങ് സമയത്തല്ല, ഈവനിങ് വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണിത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. ഇനി നിങ്ങളത് കുറച്ച് നേരം സഹിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമുക്ക് തിരിച്ചു വരാം വാഹയിലേക്ക്. വാഹയുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ നമുക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ അതെ വാഹയാണിത്. ഇനി അങ്ങോട്ട് അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. ഇതാണ് നമ്മളെ കിട്ടിയ മീൻ. കേട വലിപ്പമുണ്ട് മീൻ. അതെ, ഇത് നമുക്ക് 2ാമത് കിട്ടിയ മീനാണ്. ഇത് ആദ്യം കിട്ടിയ മീനാണ്. നമ്മുടെ ചാനലിൽ കിട്ടില്ലെങ്കിലും വീഡിയോസ് വരുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കിട്ടിയ 2 വാഹയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് കരുതി. ആ കണ്ടൽക്കാടും ആ ഈവനിങ്ങിന്റെ ആ സൺസെറ്റും ഒക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതി. മീനെ കിട്ടാറുണ്ടോ? ഞങ്ങൾ 3 പേരാണ് ഫിഷിങ്ങിന് പോയത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പിടിച്ചൊന്ന് കുലുക്കുക.